അവന്തിക. ഹലോ, അവൾ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? അവൾ എന്നെ പിടികൂടിയ എല്ലാം പൊളിയും. ആ മൂർത്തി, അഡ്വക്കേറ്റിന് കൊടുക്കാനുള്ള ഫയൽ എടുത്തില്ലേ? മാഡം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. സച്ചിക്കും കുടുംബത്തിനെതിരെ കോടതിയിൽ പ്രയോഗിക്കാനുള്ള വജ്രായുധങ്ങളാ ആ ഫയലിലുള്ളത്. അതില്ലാതെ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്, വണ്ടി തിരിക്കേ. ഇനി ഇവിടെ തെരഞ്ഞിട്ട് കാര്യമില്ല. അവന്തിക ആ ഫയലെല്ലാം മറ്റെവിടെയെങ്കിലും മാറ്റിയിരിക്കും. അവന്തിക അഡ്വക്കേറ്റിനെ കാണാൻ പോയതാണെന്നല്ലേ പറഞ്ഞത്? ഒരുപക്ഷെ ആ ഫയലുകൾ കൊണ്ടായിരിക്കും അവർ പോയത്. മൂർത്തിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ബ്രീഫ് കേസിനുള്ളിൽ ഞാൻ അന്വേഷിക്കുന്ന ഫയലുകൾ ഉണ്ടാവുമോ? ഞാൻ അന്വേഷിച്ച ആ ഫയൽ സച്ചേട്ടനെയും കുടുംബത്തെയും തോൽപ്പിക്കാനുള്ള അവന്തികയുടെ അവസാനത്തെ ആയുധം. ഈ ഫയൽ കാണാതായ അവന്തിക എന്നെ സംശയിക്കുമല്ലോ. മാഡം കാറിൽ തന്നെ ഇരുന്നാൽ മതി. ഫയൽ എവിടെയായിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അമ്മ എന്താ തിരിച്ചു വന്നത്? അമ്മ ഒരു കാര്യം എടുക്കാൻ മറന്നു, അതെടുത്തിട്ട് ഇപ്പൊ പോവും. അല്ല, മോളുടെ അമ്മ എവിടെ? ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, അകത്ത് കാണും.
സമൃദ്ധ സമൃദ്ധ ഈശ്വര, അവന്തിക. ഹലോ. അവൾ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? അവൾ എന്നെ പിടികൂടിയ എല്ലാം പൊളിയും. ഹലോ ഹലോ ഹലോ, നിങ്ങക്ക് റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ആരാ ഇത്? കേൾക്കുന്നില്ല. ആ, എന്താ? കണ്ടെന്നോ? എവിടെ വെച്ച്? എവിടെ വെച്ച്? പറഞ്ഞോളൂ. സന്ദീപിനെ എവിടെ വെച്ച് കണ്ടു എന്നാ പറയുന്നേ? ഹലോ, നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഹലോ, ഇല്ല, മനസ്സിലാവുന്നില്ല. സന്ദീപിനെ കാറിൽ എവിടെയോ വെച്ച് കണ്ടു എന്നല്ലേ അയാൾ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. എവിടെ വെച്ചായിരിക്കും അയാൾ കണ്ടത്? എന്തായാലും ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, സന്ദീപിന്റെ കാര്യത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അങ്ങനെ നോക്കിയാ ഇതിന് പിന്നിൽ അവൻ തന്നെയായിരിക്കും. കളി ഏതുവരെ പോകുമെന്ന് നോക്കാം.